എന്തൊക്കെയുണ്ട് മുമ്പാരെ എന്തൊക്കെയുണ്ട് പരിപാടി. കഴിഞ്ഞ ദിവസം റിയലി ബാഡ് തിങ് ഹാപ്പൻ ടു മേട്ടാ. നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ ദിവസം. അതായത് പണിയാണ് ഞാൻ വന്നിരുന്നുണ്ട്. ഹാപ്പി ആയിട്ട് വന്നിരുന്നു, ചില്ലായിട്ട് വന്നിരുന്നുണ്ട്. റൈറ്റ് ലൈനിൽ കൂടി ഇങ്ങനെ ഞാൻ പയ്യെ വന്നിരുന്നു. നേരെ നോക്കിയപ്പോഴേക്ക് ദൂരത്ത് ഒരു വണ്ടി പയ്യെ ചവിട്ടിയേക്കണ്ട്. മനസ്സിലായി, എമർജൻസി ബ്രേക്കിംഗ് എനിക്ക് മനസ്സിലായി. നേരെ ഞാൻ കൈ പോയത് അറിയാലോ, നമ്മൾ ആ റിഫ്ലക്ഷൻ നമുക്ക് അപ്പം സമയത്ത് മനസ്സിലാണെന്ന് വെച്ചാൽ നേരെ ഫ്രണ്ട് ബ്രേക്കിൽ ഒറ്റപ്പെടുത്തം ഒരു ഗിയറും ഡൗൺ ചെയ്ത് ബാക്ക് ബ്രേക്കൊക്കെ പിടിച്ച് ഞാൻ മാനേജ് ചെയ്ത് വണ്ടി നിർത്താൻ മാനേജ് ചെയ്ത് വണ്ടി നിർത്തുകയും ചെയ്ത്. ഞാനപ്പോൾ ആലോചിച്ചിട്ടാ, നൈസ്, യെസ്, രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കണതും ബാക്കിൽ നിന്ന് ഒരു കാർ വന്ന് ഇടിക്കുക ചെയ്തിട്ട്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈഫ് പ്രഡിക്റ്റബിൾ അല്ല. വെച്ചാൽ പോലും വേറൊരാളുടെ ശ്രദ്ധയോ വേറൊരാളുടെ സംഭവത്തിലാണ് നമ്മുടെ ജീവനെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ 100,000 ചാൻസസ് ഉണ്ട് നമ്മൾ ആക്സിഡൻ്റായി മരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇമ്പാക്റ്റ് തടയാനും കുറക്കാനും പറ്റുന്നത് നമ്മുടെ റൈഡിങ് ഗിയേഴ്സ് കൊണ്ടാണ്. ഞാനപ്പോൾ ഈ ആക്സിഡൻ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൈഡിങ് ഗിയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. പലരും എന്നോട് പല വീഡിയോസിലും കമൻസിലൊക്കെ കൊണ്ടുണ്ടാ, നീ ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ പോയിക്കാൻ റൈഡിങ് ഗിയറിലാണ് പോയിക്കാൻ തന്നെ വടിയാവട്ടോ, ഭിത്തി കയറോട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്ത് പോടാ ഞാൻ എന്താ അടിപൊളിയായിട്ട് ഓടിക്കണമെന്ന് ഞാൻ ചിന്തിക്കോട്ടെ എപ്പോഴും. അപ്പോൾ ആ സംഭവത്തിനൊരു ക്ലാരിറ്റി വന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മേ ബി ഈ ഒരു ആക്സിഡൻറ്റ്, മൈനർ ആക്സിഡൻറ്റ് എനിക്ക് തന്നത് ഭാവിയിൽ ആക്സിഡൻറ്റിൻ്റെ ആഘാതം കുറക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ് ഈ ആക്സിഡൻറ്റിന് ശേഷം. അതായത് ഇനി മുതൽ റൈഡിങ് ഗിയേഴ്സ് ഇട്ട് ഞാൻ വണ്ടി ഓടിക്കോളും എന്നുള്ള തീരുമാനം ഞാൻ ഈ ആക്സിഡൻറ്റ് ശേഷം എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഓക്കെ, എൻ്റെ വണ്ടി ഇത്തിരി പരിപ്പായി, അതായത് വണ്ടിയുടെ ചേസ് ബാക്കിലൊക്കെ ഒരു പിന്നെ ഷോറൂം വർക്ക്ഷോപ്പുകാരനെ വിളിച്ചപ്പോഴേക്കും കുറച്ച് നാളത്തേക്ക് നീ നോക്കണ്ടതാണ് എന്നോട് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോഴേക്കും ദുഃഖമുണ്ട്. ദുഃഖത്തിനേക്കാളും കൂടുതൽ ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് റിക്കവർ ആയല്ല, വലിയ പരിക്കുകളില്ലാണ്ട് എൻ്റെ കാലിന് ഷിന്നിനാണ് ചെറിയൊരു ഡാമേജ് ഇട്ട്. ഓക്കെ, നടന്നു ഞാൻ, പക്ഷേ എന്നാലും ഇപ്പോഴും ഒരു ചെറിയ വേനയുടെ റിക്കവർ ആകണുള്ളൂ. അപ്പം ദുഃഖത്തിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം തന്ന് എന്നെ കറക്റ്റ് ചെയ്തല്ല എന്നുള്ള രീതിക്കുള്ള സന്തോഷം ഉണ്ടാകാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, അപ്പം ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ റൈഡിങ് ഗിയർ ഇല്ലാണ്ട് ഓടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ ഞാൻ ഇനി റൈഡിങ് ഗിയറിലേക്ക് കയറുമ്പോഴേക്കും ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇനി റൈഡിങ് ഗിയർ ഉപയോഗിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എത്ര നമ്മൾ പറഞ്ഞാലും അവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. ഇപ്പം എൻ്റെ പഴയ അവസ്ഥ ഇതായിരുന്നു, മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ റൈഡിങ് ഗിയറിട്ട് ആരെങ്കിലും എനിക്ക് എന്താ വട്ടാണ്, ചന്തയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ റൈഡിങ് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് റിയൽ ലൈഫ്, നമ്മുടെ ഒരു ലെസൺ ചെയ്യണമെന്ന് പറയില്ല, അതേപോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതായത് ഈ വീഡിയോ അറ്റാച്ച് ചെയ്യേണ്ടത്, അതായത് എൻ്റെ ഫ്രണ്ടിലത്തെ വണ്ടിക്കാരുടെ 70 കിലോമീറ്ററോളം, അതായത് 90 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്, ഹൈവേ ലിമിറ്റ് അങ്ങനെയുണ്ട്. അപ്പോൾ 70 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കണേ, ഞാനൊരു 90 താഴെയാണ് വന്നുകൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ കാരണം 70 നേരെ 3 സെക്കൻഡ് കൊണ്ടാണ് അവർ 17 കണ്ട. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോട്ടെ, പെട്ടെന്നൊരു വണ്ടി നിർത്തണ പോലെ എനിക്ക് ഫീൽ ആയത്. എനിവേസ് ഒന്നും പറ്റിയില്ല കേട്ടോ, അതാണ് എൻ്റെ ഒരു സന്തോഷം കേട്ടോ വെച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് വണ്ടി ഓടിക്കുക, റൈഡ് സേഫ് ഉണ്ടാവും, വിത്ത് റൈഡിങ് ഗിയർ ഉണ്ടാവും. അപ്പോൾ വേറൊരു വീഡിയോ ഇടുമ്പോൾ പിന്നെ കാണാം കേട്ടോ.